ഓക്കെ, എന്നാൽ നമുക്കൊരു സി സി ബോർഡ് കിട്ടിയിട്ടുണ്ട്. വിവോൻ്റെയാണ് സി സി ബോർഡ്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ ചോദിച്ചാൽ പ്രിൻ്റ് ഒന്നുമില്ല, ചാർജിങ് കണക്ഷൻ ഉള്ള പ്രിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചാർജിങ്ങിൻ്റെ കണക്ഷനുള്ള പ്രിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് കയറുള്ളൂ. മൊത്തം 5 പ്രിൻ്റാണ് വരിക. അപ്പോൾ ഇതിൽ ഒരു പ്രിൻ്റും ഇല്ല. കാരണം വെച്ചാൽ ആദ്യം 3 പ്രിൻ്റ് മുമ്പേ പോയിക്കണ്, പിന്നെ ഏതോ മൊബൈൽ ഷോപ്പിൽ നിന്ന് റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു പ്ലസും മൈനസും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ള DMDP ഡാറ്റ ലൈന് ഉള്ള പ്രിൻ്റുകളുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ OTG സപ്പോർട്ട് ആവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് വേറൊരു ഇതെന്ന് വെച്ചാൽ ചാർജിങ് പ്രോപ്പറായിട്ട് കയറില്ല. കംപ്ലൈൻറ്റ് ഈ ചാർജിങ് പ്രോപ്പറായിട്ട് കയറിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ 1 ആമ്പ് ഒക്കെ എടുക്കും. 1 ആമ്പ് എടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് കയറും. എന്നിപ്പോൾ ഈ ഡാറ്റ ലൈന് DMDP ഈ RSTX ഉള്ള ആ ലൈന് കറക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 1.60 എന്നുള്ള ഇതിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചാർജ് കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കും. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് കയറും. ഇതിപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മൾ പ്രിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ പ്രിൻ്റ് പോയ ഭാഗത്ത് തൊട്ട് മേലായിട്ട് പ്രിൻറ്റിൻ്റെ കണക്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, അല്ല സാധാരണയായിട്ട് നോക്കിയാലും കാണാം. മൈക്രോസ്കോപ്പിൽ നമുക്ക് കറക്റ്റ് ഗ്രൗണ്ട് ടച്ച് ചെയ്യാതെ നമുക്ക് ഈ നൈഫ്, ഈ സർജിക്കൽ ബ്ലേഡ് 11 നമ്പറുള്ള നൈഫായിട്ട് നമുക്ക് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രിൻ്റ് നമുക്ക് കയ്യിൽ കിട്ടും. ചില മോഡലുകൾ ഉണ്ടാവുള്ളൂ. ചില മോഡലുകൾ നമുക്ക് എന്ത് ചെയ്യുക, കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് നമ്മൾ ബോർണിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇത് ഏതിൻ്റെ കണക്ഷൻ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, പാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലെഡ് പിടിപ്പിക്കാം. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രിൻ്റ് മാത്രമാണ് ചുരണ്ടാൻ പാടുള്ളൂ. ഗ്രൗണ്ട് ടച്ച് ആവരുത്. ഇതുപോലെ ആയിരിക്കണം. ഇതേപോലെ ചെറിയ നമുക്ക് ആ പ്രിൻറ്റിൻ്റെ കണക്ഷൻ കിട്ടും. ഇതിന് വേസ് കണക്ഷൻ എന്ന് പറയുക, ഇത് കിട്ടും നമുക്ക്. ഇത് ഡയറക്റ്റ് പോകുന്നത് നമ്മൾ CC ബോർഡും വന്ന് നമ്മൾ ഡയറക്റ്റ് ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പുമ്പോൾ നേരെ നമുക്ക് ICക്കോ ചാർജിങ് ICക്കോ ഉള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ലൈന് പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ വരുന്നത്, CC. ഇതുമേലാണ് നമ്മൾ എന്ത് ചെയ്യുക, ചാർജിങ് കൊടുക്കുക. നമുക്ക് എന്തായാലും ഒന്ന് ഫിക്സ് ചെയ്യുക. അത് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ മതി, ജമ്പർ വയർ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഈ ജമ്പർ വയർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ലൈൻ മീൻസ് ഷോർട്ടിങ്. ഷോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആവാതെ കറക്റ്റ് ലൈനായിട്ട് ഇട്ട് കൊടുക്കും. ഇത് നല്ല അയണെന്ന് വെച്ചാൽ മൈക്രോ അയണാണ്. ഇതിൽ മൈക്രോ അയൺ ഉണ്ട്, പക്ഷെ അത് വേറെ സ്ഥലത്തായതുകൊണ്ട് പിന്നെ അത് എടുക്കാൻ പറ്റില്ല. ഇതും കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് അറിയണ കാരണം ഞാൻ പോയിൻ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൈക്രോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും, ഫാസ്റ്റായിട്ട് പരിപാടി ചെയ്യും. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഇതാകുമ്പോൾ എല്ലാ കണക്ഷനും കിട്ടും. എന്തായാലും നമുക്കൊന്ന് ബോർഡ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചാർജിന് ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ടു ബോർഡ് സ്ട്രിപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഷോർട്ട് ആകരുത്. ജസ്റ്റ് നല്ല അമർത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടൊരു അതിലിരുന്നോളൂ. ചെറിയൊരു സൗണ്ട് പോലെ കേൾക്കും. ചാർജ് പിന്നെ നമുക്കൊന്ന് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ചാർജ് എടുക്കുന്നുണ്ട്. 160 എടുക്കുന്നുണ്ട്, 1.60 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം 1 ആംപിയർ ഒക്കെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് OTG സപ്പോർട്ടാകും, ഡാറ്റ ട്രാൻസ്ഫറിങ് സോഫ്റ്റ്വെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാർജ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കയറും. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫോൺ ഓണാണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജ് സിമ്പിൾ ആണോ, ചാർജിങ് സിമ്പിൾ ഓക്കെയാണ്, കയറുന്നുണ്ട്. ഓക്കെ, ഡൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.